അല്ലുവിനെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ യാത്രയുടെ തുടക്കം. എൻ്റെ കയ്യിലിരിക്കുന്ന വലിയ കവറിൽ ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ വാങ്ങിക്കൂട്ടിയ ഡ്രസ്സുകളാണ്. അതൊന്നും തന്നെ എനിക്കിപ്പം പാകമാവുന്നില്ല. അധികം ഉപയോഗിക്കാത്തത് കൊണ്ടിട്ട് ചാരിറ്റി ബോക്സിലിടാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ഞങ്ങൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു അടിപൊളി സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വീക്കെൻഡും നോൺ വെജ് കഴിച്ച് മടുത്തുന്നേ. ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങളുടെ സ്ഥിരം സദ്യ സ്പോട്ടിലോട്ടാണ് ഞങ്ങൾ പോയത്, വക്രയിലുള്ള റോയൽ ട്രീറ്റ്. ഇന്ന് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയെങ്കിലും സീറ്റ് കിട്ടിയിട്ടുണ്ട്. സാധാരണ ഇവിടെ വീക്കെൻഡ്സിൽ വന്നാൽ നല്ല തിരക്കുണ്ടാവാറുണ്ട്. അങ്കുവിന് നമ്മൾ സാധാരണ പോലെ അവൻ്റെ സിംഹാസനം കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇലയൊക്കെ വന്നു. അല്ലു അതിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിരിക്കുകയാണ്. അങ്കുവിന് ആരും ഇല കൊടുത്തില്ലെന്ന് പരിഭവം അവൻ്റെ മുഖത്തുണ്ട്. അങ്ങനെ കറികളൊക്കെ വിളമ്പാൻ തുടങ്ങി. ഒത്തിരി സൈഡ് ഡിഷസ് ഉണ്ടായിരുന്നേ. ഇവിടെ വന്ന് സദ്യ കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് പോയിട്ട് സദ്യ കഴിക്കുന്ന ഒരു ഫീലിംഗാണ് വരുന്നത്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് സൈഡ് ഡിഷസ് ഉണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് പരിപ്പ് പപ്പടം. എനിക്കിതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഇടയ്ക്ക് ഇങ്ങനെ ഒരു സദ്യ കഴിക്കുന്നത് നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ ഞങ്ങൾ നോൺ വെജ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അല്ലൂന് എന്തെങ്കിലും ഒരു ഫ്രൈ ഐറ്റം വേണം ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വാങ്ങിയതാണ്. പിന്നെ 2 ടൈപ്പ് പായസം ഉണ്ടായിരുന്നേ. പാലട പായസം, പരിപ്പ് പായസം ഉണ്ടായിരുന്നു. അങ്കു അധികം റൈസ് കഴിച്ചില്ല. അവൻ ഉറക്കം വരുന്നതുകൊണ്ടിട്ട് അവൻ ചോറ് അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് പായസം അവന് ഇഷ്ടമാണ്. അവൻ എന്നെപ്പോലെ തന്നെ മധുരം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പായസം കൊടുത്തത് മൊത്തം അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലു ഇങ്ങനെ ഫുഡ് കഴിക്കൽ ഭയങ്കര റയറാണ്. വീട്ടിലവൻ ഫുഡ് തനിയെ കഴിക്കില്ല. വാരി കൊടുത്താൽ മാത്രമേ അവൻ തുറക്കുള്ളൂ. ഇവിടെ വന്നപ്പോൾ നന്നായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് ആൾ. അങ്കു എൻ്റെ പായസം കൂടാതെ അമ്മയുടെ പായസം വാങ്ങി കുടിക്കുന്നുണ്ട്. അല്ലുവിന് പായസം ഇലയിൽ ഒഴിച്ച് കൊടുത്തപ്പോൾ അതെങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് അവനറിയില്ല. അവൻ അതും ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞില്ല. എന്നുവെച്ചാൽ തനിയെ ആ ഫുഡ് കഴിക്കുന്നത് ഭയങ്കര റയറാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ വേറെ ആരും കഴിക്കാത്ത രീതിയിലാണ് അവൻ പായസം കഴിക്കുന്നത്. അത് കണ്ടിട്ട് അവിടെ നിന്നവരെല്ലാം കിടന്ന് ചിരിക്കുമായിരുന്നേ. ഫിഷ് വരെ എടുത്ത് മിക്സ് ചെയ്തിട്ട് പായസം കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കര എമ്മിയാണെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ വയറും മനസ്സും നിറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് വക്ര ബീച്ച്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പോകുന്നതൊക്കെ കൊള്ളാം. അവിടെ ചെന്നാൽ ഇറങ്ങണ്ട, വണ്ടിയിലിരുന്ന് കാഴ്ചകൾ കണ്ടാൽ മതിയെന്ന് നേരത്തെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അവിടെ ചെത്തുമ്പോൾ നിറയെ ഫാമിലീസ് ഉണ്ടായിരുന്നേ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കാലം നനയ്ക്കാതെ തിരിച്ചു വരുന്നത് അല്ലേ? എനിക്കെന്ന് വെച്ചാൽ ബീച്ചിൽ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ബട്ട് കെട്ടിയവന് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കാല് പിടിച്ചിട്ട് ഞാനൊന്ന് കാല് നനച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി. ബട്ട് എന്നെയും കാട്ടി ഫസ്റ്റ് അല്ലു ചാടി ഇറങ്ങി. പക്ഷേ അങ്കുവിന് നോ എൻട്രി ആയിരുന്നേ. എന്ന് വെച്ചാൽ ചെറിയ വെയിലുണ്ട്, അമ്മ വെയിലത്ത് വരത്തില്ല. അങ്കുവിനാണെങ്കിൽ നമ്മൾ ക്യാപ്പ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അങ്കുവിനെ വണ്ടിയിൽ തന്നെ ഇരുത്തി. പ്രിപ്പയർഡ് ആവാതെ വന്നുകൊണ്ടിട്ട് വേറെ ഡ്രസ്സ് കയ്യിലില്ല. നനഞ്ഞാൽ ഇത് തന്നെ ഇട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് 2 പേർക്കും ചീത്ത കേൾക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അവൻ തീരെ മൈൻഡ് ചെയ്യാതെ എന്തോ തപ്പിക്കൊണ്ടിരിക്കുക വെള്ളത്തിൽ. തിരയില്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ നടന്നു പോകാൻ നല്ല രസമാണ്. പിന്നെ ഇവിടുത്തെ വെള്ളം നല്ല ട്രാൻസ്പെറൻറ്റാണ്. ഇതെനിക്ക് അല്ലു കൊണ്ടു തന്നതാണ്. അതിൻ്റെ അകത്ത് എന്തോ ഒരു ജീവിയുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഞാനത് കളഞ്ഞു. അല്ലു ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ പാൻറ്റ് മൊത്തം നനച്ചിട്ടുണ്ട്. ഇനി ഇവനെ തിരിച്ച് വണ്ടിയിൽ എങ്ങനെ കയറ്റുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അവനാ ബീച്ചിൽ നിന്ന് ചുമ്മാ ഓരോ കല്ലും കക്കയൊക്കെ എടുത്തുകൊണ്ട് വരുമായിരുന്നേ. അങ്കുവിൻ്റെ ബഹളം കാരണം അമ്മ പതിയെ വണ്ടിയിൽ നിന്ന് പുറത്ത് ചാടിയിട്ടുണ്ട്. ഞാൻ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ വരാൻ ബഹളമായിരുന്നു. ഇത് കണ്ടിട്ട് കാക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കുവാണ് എല്ലാ ബേർഡ്സും കണ്ടാലും അവന് കാക്കയാണ്. അല്ലു ബീച്ചിലെ വെള്ളത്തിൽ കളിക്കുന്ന കണ്ടിട്ട് അങ്കുവിന് ഒട്ടും ഇരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ അവനെ ഒന്ന് ഇറക്കുമെന്നാണ് അവനീ ചോദിക്കുന്നത്. അല്ലു ആണെങ്കിൽ അവിടെ കിടന്ന് എന്തോ കാര്യത്തിൽ തപ്പിയെടുക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു അവൻ അവിടെ നിന്ന് ശേഖരിച്ച നിധികൾ. ഇതിൽ കൂടുതലും കല്ലുകളാണ്. അതുകൊണ്ട് ഞാനതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു ശംഖ് മോഡൽ. അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങി. എന്നാൽ പിന്നെ എന്തായാലും ഇറങ്ങിയതല്ലേ ഇന്ന്. ലൂസൈലിൽ കൂടെ ഒന്ന് പോയിട്ട് വീട്ടിൽ പോയാൽ മതി എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ലൂസൈലോട്ട് വിട്ടിട്ടുണ്ട്. ഇത് ലൂസൈലോട്ട് പോകുന്ന റോഡാണ്. എന്ന് ഭംഗിയല്ലേ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ. നമ്മുടെ റോഡ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഇടയ്ക്ക് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ അതൊരിക്കലും നടക്കാൻ പോകുന്ന ആഗ്രഹമല്ലാന്ന് എനിക്കറിയാം. രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ ബിൽഡിങ്സിനൊക്കെ ഇതിലും ബ്യൂട്ടി ആയിരിക്കും. നല്ല ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ നൈറ്റ് ഞങ്ങൾ നടക്കാൻ പോയതിന് ശേഷം സൈക്കിള് തിരിച്ച് വീട്ടിൽ വെക്കാൻ മറന്നു. വണ്ടിയുടെ ബാക്കിൽ തന്നെ ആയിരുന്നു ഇരുന്നത്. അതുകൊണ്ടിട്ട് അവന് സൈക്കിളായിട്ടുണ്ട്. അമ്മയ്ക്കും കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ള ഓപ്പൺ ഏരിയയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ്. മോളിൽ പോകുന്നതിലും ഫിലിം കാണാൻ പോകുന്നതിലും കൂടുതൽ ഇഷ്ടം ഇത് തന്നെയാണ്. അല്ലു ആ ജീൻസ് മൊത്തം നനച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിനകത്ത് കിടന്ന ഷോർട്സ് മാത്രം നനഞ്ഞില്ല. അവൻ ഇതൊന്നും ഇട്ടിട്ട് പുറത്തിറങ്ങാൻ വലിയ ഷെയിമൊന്നുമില്ല കേട്ടോ.
4 മണി ആയതേ ഉള്ളൂ, പക്ഷേ കുറച്ച് ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റായ ബിൽഡിങ്. ഈ കാണുന്നത് കടലാണ്. അപ്പം ഇവിടെ ഇങ്ങനെ ഈവനിങ് നടക്കാനൊക്കെ നല്ല രസമുണ്ട്. ഇപ്പോൾ ഇവിടെ വലിയ തിരക്കില്ല. കുറച്ചുകൂടി ഇരുട്ടാകുമ്പോൾ നല്ല ആൾക്കാരായിരിക്കും, നല്ല തിരക്കുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ അല്ലൂന് സൈക്കിളൊക്കെ നന്നായിട്ട് ചവിട്ടാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നടക്കുമ്പോൾ ഇത് മൊത്തം ഈന്തപ്പനകളാണ്. ഇതിൻ്റെ താഴെ ഇപ്പം നമുക്ക് കുറേ പേര് ഫുഡ്സൊക്കെ ആയിട്ട് വന്ന് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്ന സ്പേസാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കുറച്ചുകൂടി ഭംഗിയാണ്. ഈ ഈന്തപ്പനയുടെയൊക്കെ ചോട്ടിൽ കുറച്ച് ലൈറ്റ്സ് ഉണ്ട്, ഓരോ ഡിഫറെൻറ്റ് കളർ ലൈറ്റ്സ് ഉണ്ട്. സോ നൈറ്റ് ആയി കഴിയുമ്പോൾ ഈ ലൈറ്റ്സൊക്കെ ഓണായിട്ട് ഈ പനകളൊക്കെ പല പല ഷെയ്ഡിൽ നിൽക്കുന്നതായിട്ട് കാണാം നമുക്ക്. മെയ് ജൂൺ സമയത്തൊക്കെ ഇവിടെ ചൂട് നല്ല കൂടുതലാണ്. അപ്പോൾ ഇവിടെ വന്നാൽ ഈ പനയിൽ നിറയെ ഈന്തപ്പഴങ്ങൾ കാണാം. ഇങ്ങനെ ഗോൾഡൻ കളറിൽ നല്ല രസം അത് കിടക്കുന്ന കാണാനായിട്ട്. ഞങ്ങൾ പണ്ട് വന്ന് കണ്ടിട്ടുണ്ടേ. അല്ലു അവിടെ പോയി ബീച്ച് വ്യൂ ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുവാണ്. ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു. ബട്ട് ഇവൻ അങ്ങനെ ഇരുത്താറില്ലല്ലോ നമ്മളെ. കുറച്ച് നേരം നോക്കി, എന്നിട്ട് ആളുടെ വഴിക്കങ്ങ് പോകുന്നുണ്ട്. ഇവിടെ കണ്ടില്ല, ആ പനയുടെയൊക്കെ ചോട്ടിൽ അവർ ഓരോ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നൈറ്റ് ആവുന്ന സമയത്ത് ഇത് ആ പനയിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഓരോ ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് നമുക്ക് ആ പനേനെയൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ് അത് കാണാൻ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെണ്ടമാൾ കാണാം, പിന്നെ വിൻ്റർ വണ്ടർലാൻഡ് കാണാൻ പറ്റും. വെണ്ടമാൾ എന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് എ പാലസ്, ഒരു കൊട്ടാരം പോലത്തെ ഒരു മാളാണ് ഇവിടുത്തെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. ആ ബിൽഡിങ്ങിനെ ഫേസ് ചെയ്തിട്ടിരിക്കാം. ചന്ദ്രക്കല പോലെയാണ് ആ ബിൽഡിംഗ് ഇരിക്കുന്നത്. അവിടെ ഒത്തിരി ലൈറ്റ്സൊക്കെ ഉണ്ട്. ഇത് മാടത്തകളെ പിടിക്കാൻ വേണ്ടിയിട്ട് മിനിസ്റ്റർ കൊണ്ടുവച്ചേക്കുന്ന കൂടാണ്. നമുക്ക് കിട്ടുന്ന മാടത്തകളെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കൊണ്ടിടാൻ പറ്റുമേ. ഇവിടെ മാടത്തകളുടെ എണ്ണം കൂടുതലുള്ളത് കൊണ്ടിട്ട് ഇവിടുത്തെ എൻവയോൺമെൻറ്റ് എന്തെങ്കിലും ഹസാർഡ് ഉണ്ടാക്കുന്നുണ്ടാവും. അതായിരിക്കും അവരിങ്ങനെ ചെയ്തത്. ആ കാണുന്നതാണ് ലുസൈൽ വണ്ടർലാൻഡ്. അതൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അത് കഴിഞ്ഞിട്ട് അല്ലുവിൻ്റെ ഒരു ഡാൻസ് ഷോ ഉണ്ടായിരുന്നു ഇവിടെ. ഒന്നും പറയണ്ട, എന്താണ് കളിക്കുന്നത്, എന്തിനാണ് കളിക്കുന്നതെന്ന് അവന് പോലും അറിയത്തില്ല. അതിൽ അല്ലുവും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ വന്നിരുന്നത്. നൈറ്റായപ്പോൾ അതിൻ്റെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്തു. എന്നെ കൂട്ടാതെ അച്ഛനും ചേട്ടനും എന്തുവാണ് അവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നതെന്ന് നോക്കാനായിട്ട് അങ്ങ് ഓടിപ്പോയിട്ടുണ്ട്. അവൻ ആ ലൈറ്റ്സ് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായി. കുറച്ച് നേരം അത് നോക്കി നിന്നിട്ടുണ്ടായിരുന്നു അവിടെ. നേരത്തെ കണ്ട പനകളൊന്നും അല്ല ഇപ്പം കാണുന്നത് അല്ലേ. 5:30 ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. ഇരുട്ടായതുകൊണ്ടിട്ട് ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ തന്നെ ഒത്തിരി കഫേസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് പതിയെ ഇറങ്ങി. ഇപ്പോഴെങ്കിലും ഇറങ്ങിയില്ല. ഞങ്ങൾ ഇന്ന് വീക്കെൻഡ് അല്ലേ, ട്രാഫിക്കിൽ ഞങ്ങൾ പെട്ടു പോകുന്നു ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഞങ്ങൾ വന്ന ടൈമിൽ ഇവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. ഇപ്പം നിറയെ ആളായിട്ടുണ്ട്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നേ. ഞങ്ങളൊരു 6:30 ഒക്കെ ആയപ്പോൾ തന്നെ ഇറങ്ങിയായിരുന്നു. എന്ന് വെച്ചാൽ ഈ റൂട്ടിൽ മിക്കവാറും ട്രാഫിക് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് വീക്കെൻഡ്സ് ആകുമ്പോൾ നല്ല ട്രാഫിക് ആയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ബിൽഡിങ്സ് ഒക്കെ തന്നെയാണ് ഇത്. നൈറ്റ് ആയപ്പോൾ അതിൻ്റെയൊക്കെ രൂപയെ മാറിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ MRIയിലാണ് എത്തിയത്. ഇന്നത്തെ അങ്കുവിൻ്റെ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് ചെറുതായിട്ട് അലമ്പെടുക്കാൻ ആൾ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഓർഡറാക്കിയ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഗീ റൈസ് കോംബോ, അതിന് വേറൊരു നെയിമായിരുന്നു പറഞ്ഞത്, ഓർക്കുന്നില്ല. അത്, പിന്നെ ഫിഷ് പൊള്ളിച്ചത്, പിന്നെ അപ്പം, പിന്നെ ചിക്കൻ്റെ ഒരു കറി, അതായിരുന്നു ഓർഡർ ആക്കിയിട്ടുള്ളത്. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് നേരെ വീട്ടിലോട്ട് പോയി. താങ്ക്സ് ഫോർ വാച്ചിങ്.